IPL ഇന്ന് ആദ്യമായിട്ട് ഈ സീസണിലെ 2 മാച്ച് ഫസ്റ്റ് മാച്ച് ഇപ്പോൾ ഒരു 3/4 മണിക്കൂറിനുള്ളിൽ തുടങ്ങും. മുംബൈയും ഡൽഹിയും തമ്മിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഡൽഹിയിൽ വെച്ച്. ഇന്ന് രണ്ടാമത് നടക്കുന്ന ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും മാച്ച്. 2 പിച്ചും 2 ഗ്രൗണ്ടും ഷോർട്ട് ബൗണ്ടറീസ് ആണ്. ഈസി ആയിട്ട് റണ്ണ് വരും. സോ ബാസോമാരുടെ പറുദീസയാവും. ഫസ്റ്റ് മാച്ചിലേക്ക് വരാം. മുംബൈയും ഡൽഹിയും തമ്മിലുള്ള മാച്ച് വരുമ്പോഴത്തേന് പേപ്പറിലെ കനം വെച്ച് നോക്കിയാൽ ഞാൻ മുംബൈയുടെ ബാറ്റിംഗ് നിര എന്ന് നോക്കി, അതും ഫസ്റ്റ് മാച്ചിൽ ബ്രില്യൻ്റ് ആയിട്ട് ഏറ്റവും കിടന്ന ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് റിക്കൽട്ടനും രോഹിത് ശർമ്മയും, പിന്നെ തിലക് വർമ്മ വരുന്നു, സൂര്യകുമാർ യാദവ് വരുന്നു, ഹർദിക് പാണ്ഡ്യ വരുന്നു. കനം വെച്ച് നോക്കി കഴിഞ്ഞാൽ ബാറ്റിംഗ് ലെവൽ വേറെ സെറ്റ്. ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാലോ 26-4 പോയി ഡൽഹിയുടെ കഴിഞ്ഞ കളിയിൽ. പിന്നെ ഇമ്പാക്റ്റിൽ വന്ന സമീർ റിസ്വി അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടാണ് ആ കളി ജയിച്ചത്. ഇനിയിപ്പോൾ ബോളിംഗ് സൈഡിൻ്റെ കനം വെച്ച് നോക്കി കഴിഞ്ഞാലും അപ്പുറത്തെ സൈഡിൽ ലോ ക്രിക്കറ്റിലെ അധികായന്മാരായ പേസ് ബോളേഴ്സ് ബുംറയുണ്ട്, ട്രെൻഡ് ബോൾട്ട് ഉണ്ട്, ഫുൾ സെറ്റാണ്. ഇതൊക്കെ കനം ഒന്നും മൈൻഡ് ചെയ്യണ്ട. കഴിഞ്ഞ കളിയിൽ എന്ത് രസമായിട്ടാണ് ഡൽഹി എറിഞ്ഞത്. അതുകൊണ്ടാണ് അവർ ആ കളി അത്രയും അടിപൊളിയായിട്ട് കളിച്ചത്. പിന്നെ അക്ഷർ പട്ടേലിൻ്റെ കുൽദീപ് യാദവിൻ്റെ ബോളിങ്, ആ ഒരു കോംബോ അടിപൊളിയായിട്ട് വർക്കാവും. സോ ഫസ്റ്റ് മാച്ചിൽ മുംബൈ ജയിക്കാനാണ് പേപ്പറിലെ കനം വെച്ച് നോക്കുമ്പോഴും എന്നെ സംബന്ധിച്ച് എനിക്ക് ആഗ്രഹം ഡൽഹി ജയിക്കുന്നതാണ്. ഇനി സെക്കൻഡ് മാച്ചിലേക്ക് വരുമ്പോൾ ഗുജറാത്ത് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. ഗുജറാത്തിൻ്റെ കളി ഫസ്റ്റ് മാച്ച് കഴിഞ്ഞ് ഒന്ന് പണി പാളിയിരിക്കുകയാണ്. പക്ഷേ രാജസ്ഥാനെ നോക്കുമ്പോൾ ഡോമിനേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ജയിച്ചു. വൈഭവ് സൂര്യവംശിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് ആൾ സ്കോർ ചെയ്ത് 50% മേലെ മിഡ് ഓൺ മിഡ് വിക്കറ്റ് ഏരിയയിലാണ്. സോ മാക്സിമം ഗുജറാത്തിൻ്റെ പേസ് ബോളേഴ്സ് ഔട്ട് സൈഡ് ഓഫ് സ്റ്റിക്ക് എറിഞ്ഞ് ട്രൈ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ എത്രത്തോളം വില പോകുമെന്ന് അറിയില്ല. കാരണം ഇത് പറയുന്നതിലൊരു കണക്ക് കാര്യമുണ്ട് കേട്ടോ. 29 സിക്സ് അടിച്ചാൽ 21 സിക്സും ഈ മിഡ് ഓൺ മിഡ് വിക്കറ്റ് ഏരിയയിലേക്കാണ് വൈഭവ് സൂര്യവംശി അടിച്ചേക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കളിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൂര്യവംശിയുടെ കൂടെ ഓപ്പണിംഗ് ഇറങ്ങിയ ജയ്സ്വാൽ എത്ര റെസ്പോൺസിബിളായിട്ട് എത്ര രസമായിട്ടാണ് കളിച്ചല്ലേ. സോ അവരുടെ തുടക്കത്തിൽ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് സെറ്റ് ആയി കഴിഞ്ഞാൽ ബോളിംഗ് നേരെ ഓക്കെയാണ് അവിടെ. റബ്ബാദെ പോലുള്ള ശക്തരായ ബോളേഴ്സ് അടിപൊളിയായിട്ട് ബോൾ ചെയ്യുന്നില്ല കഴിഞ്ഞ കളി. സോ ആ കളി എൻ്റെ പ്രതീക്ഷ രാജസ്ഥാൻ ജയിക്കുമെന്നാണ്. ഇനിയിപ്പോൾ 4 ടീം ഇന്ന് കളിക്കാൻ പോകുന്ന 4 ടീമുകളും ആദ്യത്തെ മാച്ച് കഴിഞ്ഞത് വെച്ചിട്ട് എൻ്റെ കാഴ്ചയിൽ ഞാൻ പറയുന്നത് ആദ്യത്തെ 2 ടീം മുംബൈയും ഡൽഹിയും തമ്മിൽ ആക്ച്വലി അവർക്ക് മൊമെൻറ്റം ഉണ്ട്. പക്ഷേ അവരും ടൈറ്റ് ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട്. അവർ ആ മൊമെൻറ്റത്തിൽ പോലും ചില സ്ഥലത്ത് ഇപ്പോൾ മുംബൈയുടെ ബോളേഴ്സിൻ്റെ കാര്യത്തിന് അതൊന്ന് സെറ്റാക്കണം. ഡൽഹിയുടെ കാര്യത്തിനകത്ത് ഓപ്പണേഴ്സ് ആദ്യത്തെ 4 വിക്കറ്റ് ഇന്ന് പെർഫോം ചെയ്ത് തെളിയിച്ചു കൊടുക്കണം. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഗുജറാത്ത് കാരണം ഗുജറാത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കഴിഞ്ഞ കളി നല്ല തുടക്കം കിട്ടിയിട്ടും ഗില്ലിനോ ബട്ട്ലറിനോ ഒന്നും അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ബോളേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ ഇച്ചിരി ശോകമായിരുന്നു. രാജസ്ഥാൻ്റെ കാര്യം വരുമ്പോൾ ഈ 4 ടീമിൽ ഏറ്റവും നല്ല മൊമെൻറ്റത്തിൽ ഋതത്തിൽ കളിക്കുന്നവരാണ്. അവരതങ്ങ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ ജയിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇന്നത്തെ മാച്ചിൻ്റെ അനാലിസിസ്. പിന്നെ ഈ വീഡിയോ വരാൻ എന്താ ലേറ്റ് ആയെന്നറിയോ? ഇന്ന് രാവിലെ നമ്മളിവിടെ നാട്ടിൻപുറത്തൊരു ഞങ്ങൾ പണ്ട് ഒരുപാട് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടിൽ കുറേ കാലത്തിന് ശേഷം വീണ്ടും അവരൊരു ചെറിയ ക്രിക്കറ്റ് ലീഗ് പോലെ നടത്തി അവിടെ പോയി കളിച്ചിട്ടാണ് വന്നിരുന്ന വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ ഇനിയും വരാം. അപ്പം കളി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ.